ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്നതിന് മുന്നേ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഫുള്ളായിട്ട് കാണണേ, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ക്ലോത്താണ്. അപ്പോൾ വേസ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കുക, എന്നിട്ട് അത് നമുക്ക് ബോട്ടിലിനനുസരിച്ച് കട്ട് ചെയ്യാം. ഇതുപോലത്തെ ഫ്ലവേഴ്സിൻ്റെ ക്ലോത്ത് എടുക്കുക, അല്ലെങ്കിൽ യൂണീക്കായിട്ടുള്ള വല്ല ഡിസൈൻ വരുന്ന ക്ലോത്ത് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ബോട്ടിലിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ബോട്ടിലിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി എക്സസൈസ് നിൽക്കുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ മിഡിയിൽ ഓൾറെഡി ഒരു ലൈസ് ഉണ്ട്. അപ്പോൾ ആ ലൈസ് ഞാൻ ബോട്ടിലിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ വലിയ ലൈസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ബോട്ടിലിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്ഷനിലാണ്, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്ലോത്തിൻ്റെ കട്ടിങ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ടിലിന് ബാക്കി വരുന്ന ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഫുള്ള് നമുക്ക് വല്ല കയറ്, ചൂടിക്കയറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കയറെടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലോത്ത് ഒട്ടിച്ചാൽ ഇതുപോലത്തെ ഒരു അടയാളം വരും. അത് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഇതുപോലെ ഒരു പശ തേച്ചിട്ട് നമ്മൾ ഇവിടെയും ഒരു ലൈസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചും കൂടെ പശ തേച്ചിട്ട് അപ്പുറത്തും ഒരു ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ഡിസൈൻ ആവും. ഇത് നമുക്ക് രണ്ട് സൈഡും മാറി മാറി വെക്കാം. ഇവിടെ വേറെ ഡിസൈൻ, അപ്പുറത്ത് വേറെ ഡിസൈനായിട്ട് വരും. പിന്നെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ വെട്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരും. എന്നാൽ നമ്മൾ ടോപ്പ് ഭാഗത്ത് യെല്ലോ കളറാണ് ഞാൻ ഫസ്റ്റ് കൊടുത്തത്. പക്ഷേ യെല്ലോ കളർ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് നോക്കി. അപ്പോഴും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അങ്ങനെ അവസാനം ഞാൻ കുറച്ച് പിങ്ക് കളറ് അതിന് മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.